അങ്ങനെ നമ്മുടെ ഭദ്രനെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭദ്രൻ ആകെ ടെൻഷനിലാണ്. എന്തിനായിരിക്കും നമ്മുടെ ഭദ്രൻ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്, എന്തിനായിരിക്കും പുള്ളിക്കാരൻ ഇത്രയേറെ ടെൻഷൻ വന്നത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കാത്തിരിക്കുകയാണെന്നൊക്കെ അറിയാം. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡാണിത്, 9-ാം തീയതിയിലെ എപ്പിസോഡാണ്. അന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കാണാത്തവരെല്ലാവരും ഓടിപ്പോരുക. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഗീതു വരികയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ വിനോദുണ്ട്, നമ്മുടെ ഭദ്രനും അവിടെ തന്നെയുണ്ട്. ഭദ്രനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചൊരു വല്ലാത്ത പരുവത്തിൽ നിൽക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്, മറ്റൊന്നുമല്ല, നമ്മുടെ അനാർക്കലി വിളിക്കുകയാണ് നമ്മുടെ ഭദ്രനെ. വിളിച്ചിട്ട് പറയുകയാണ്, എടോ താൻ ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പായിട്ട് എന്നെ ഒന്ന് കാണണം, കണ്ടില്ലെങ്കിലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഭീഷണിയൊക്കെ പെടുത്തുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഉടനെ ഭദ്രൻ ആകെ പേടിച്ചു പോവുകയാണ്. ഭദ്രൻ പറഞ്ഞു, ഈശ്വര, ഈ അനാർക്കലി ഇത് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. ഞാൻ ചെല്ലാതിരിക്കുകയാണെങ്കിൽ അനാർക്കലി എന്നെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ചെന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ ആകെ ആലോചിച്ച് ഒരു പരുവത്തിൽ നിൽക്കുകയാണ്. ഓ, ഇനി രാധികാമ്മയും അതുപോലെ തന്നെ അനാർക്കലിയും കൂടി ചേർന്ന് എൻ്റെ പ്രാണൻ എടുക്കോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഭദ്രൻ. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഗീതുവിൻ്റെ വരവ്. അപ്പോൾ നമ്മുടെ വിനോദ് പറയാണ്, നോക്ക് ഗീതു ചേച്ചി, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അമ്മയുടെ അസുഖം ഉണ്ടല്ലോ അച്ഛനെ വല്ലാതെ തകർത്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. അച്ഛൻ ആകെ അസ്വസ്ഥനാണ്, നല്ല സങ്കടമുണ്ട് അച്ഛന്, ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനോദ് ഗീതുവിനോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീതു നമ്മുടെ ഭദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, അച്ഛൻ സമാധാനമായിട്ടിരിക്കെ, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു സമാധാനിപ്പിക്കുകയാണ്. ഭദ്രൻ ചോദിക്കുകയാണ്, ആരുടെ കാര്യമാണ് മോളെ നീ പറയുന്നത്? പെട്ടെന്ന് ഭദ്രന് കിളി പോയി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഉടനെ ഗീതു പറയാണ്, അച്ഛൻ ഇത് ഏത് ലോകത്താ, അച്ഛൻ ഇവിടെ ഒന്നും അല്ലേ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ഭദ്രൻ പറയുന്നത്, വിലാസിനിയുടെ കാര്യമാണോ, അവൾക്കൊരു കുഴപ്പവും വരില്ല, എനിക്കറിയാമല്ലോ, ഇതൊക്കെ പെട്ടെന്ന് തീർക്കത്തക്ക കാര്യമല്ലേ ഉള്ളൂ, അവൾ ഇങ്ങനെ ഇനി കുറേ കാലം കിടക്കും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുന്ന സമയത്തിനാണ് നമ്മുടെ വിനോദ് വിളിക്കുകയാണ് നമ്മുടെ ഗീതുവിനെ, ഗീതു ചേച്ചി ഒന്നിങ്ങ് വന്നേ. അപ്പോൾ നമ്മുടെ ഗീതു, എന്താ വിനോദേ? ഗീതു ചേച്ചിയെ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുകയാണ്. അങ്ങനെ ഗീതു അമ്മ കിടക്കുന്ന ICU റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറുണ്ട്. ഗീതു ആണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഫെക്ഷനൊന്നും ആവാതിരിക്കാനായിട്ട് മാസ്കൊക്കെ വെച്ചിട്ട് അവിടുത്തെ ഡ്രസ്സിലൊക്കെയാണ് ചെല്ലുന്നത്. അപ്പോൾ ഡോക്ടറും അതുപോലെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് അതിനുള്ളിൽ, അപ്പോൾ നഴ്സുമാരൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ വിലാസിനി അബോധാവസ്ഥയിലാണ്, പുള്ളിക്കാരത്തി സർജറിയൊക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു മയക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഗീതുവിനോട് പറയുകയാണ്, ഗീതു ആകെ വിഷമിക്കുകയാണ് ഇങ്ങനെ വിലാസിനെ കാണുമ്പോൾ, കാരണം മാസ്ക് ഒക്കെ വെച്ചിട്ട് കിടക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഗീതാഞ്ജലി വിഷമിക്കുകയൊന്നും വേണ്ട, അമ്മ ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുകയാണ്, അമ്മയ്ക്കിനി വേറെ പേടിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അമ്മയുടെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട, പിന്നെ ട്യൂമർ പൂർണ്ണമായിട്ട് ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ട്യൂമറിൻ്റെ കാര്യത്തിലും പേടി വേണ്ട. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറയുന്ന ചെക്കപ്പുകൾ കൃത്യസമയത്തിന് എന്നെ കൊണ്ടുവന്ന് ചെയ്യണം, പിന്നെ മെഡിസിൻ നിർത്തുകയും ചെയ്യരുത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ഡോക്ടർ പറയുകയാണ്, 6 മാസത്തിലൊരിക്കൽ MRI സ്കാൻ ചെയ്യണം. അത് എന്തിനെന്ന് വെച്ചാൽ ട്യൂമർ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വളരാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയുകയാണ്, അയ്യോ ഡോക്ടർ, അപ്പോൾ ഇനിയും എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണം, അങ്ങനെ അല്ല ഗീതാഞ്ജലി, നമുക്ക് സാധ്യതകൾ തള്ളിക്കളയാനാവില്ലല്ലോ, എപ്പോഴും മുൻകരുതൽ എടുക്കുകയല്ലേ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, അതെ ഡോക്ടർ, എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരാതിരിക്കാൻ ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും, എൻ്റെ അമ്മയ്ക്ക് എന്തൊക്കെ ചെക്കപ്പ് വേണമെങ്കിലും അതൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യും, അതുമാത്രമല്ല എൻ്റെ അമ്മയുടെ മരുന്നുകളൊന്നും മുടങ്ങാതെ തന്നെ കൃത്യമായിട്ട് ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു ഡോക്ടറിന് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയണത്, അങ്ങനെയാണെങ്കിൽ ഗീതാഞ്ജലി ഇനി ഒന്നും പേടിക്കാനില്ല, എന്തായാലും ഗീതാഞ്ജലി വിലാസിനി ഒന്ന് വിളിച്ചു നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ വിലാസിനിയെ ഇങ്ങനെ വിളിക്കാനായിട്ട് ഗീതു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറയാണ്, വിലാസിനി ഡോക്ടർ ഒന്ന് വിളിച്ച് നോക്കുകയാണ്. വിലാസിനിയുടെ അനക്കമൊന്നുമില്ല. അപ്പോൾ ആ സമയത്തിന് വീണ്ടും ഡോക്ടർ പറയണേ, ഗീതു ഒന്ന് വിളിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഗീതു പറയണേ, അമ്മേ
അമ്മേ എന്ന് പറഞ്ഞിട്ട് നല്ല സങ്കടത്തിലാണ് നമ്മുടെ ഗീതു ഇങ്ങനെ വിഷമിച്ച് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിലാസിന് കണ്ണുകൾ ഇങ്ങനെ ഇങ്ങനെ ചിമ്മുന്നുണ്ട്, കണ്ണുകൾ ഇങ്ങനെ തുറക്കുന്നില്ല, കണ്ണിങ്ങനെ ഒന്ന് ചലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഡോക്ടർ പറയുന്നത്, കണ്ടില്ലേ, ഇനി പേടിക്കാൻ ഒന്നുമില്ല ഗീതു, സമാധാനമായിട്ടിരിക്കുക, ഇനി എന്തായാലും ഒരു 12 മണിക്കൂർ കൂടെ പുള്ളിക്കാരത്ത് നന്നായിട്ടൊന്ന് മയങ്ങട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, ഇനി പ്രശ്നമൊന്നുമില്ല, ഗീതാഞ്ജലി പൊയ്ക്കോളൂ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു മാസ്കൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്തിന് ഭദ്രനും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വിനോദം അവിടെ ഉണ്ട്, പുറത്തുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഗീതു വന്നിട്ട് പറയണേ, വിനോദേ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടടാ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അമ്മ സന്തോഷമായിട്ട് സമാധാനമായിട്ട് എന്നെ ജീവിതത്തിലേക്ക് വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഭദ്രൻ പറയണേ, എന്താ വിലാസിനിക്ക് എന്താ? അപ്പോൾ ഉടനെ ഗീതു പറയണ, അച്ഛാ പേടിക്കാനൊന്നുമില്ല, അമ്മ ഇനി സുഖം പ്രാപിച്ച് വരും, ഇനി 12 മണിക്കൂർ കഴിയുമ്പോൾ അമ്മ കണ്ണു തുറക്കും എന്നിങ്ങനെ പറയാണ്. അപ്പം ഭദ്രൻ പറയണ, ഗീതു, ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ, ഇത് ഈ ഡോക്ടർമാരുണ്ടല്ലോ വെറുതെ പണം തട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാ, അവർ ICUവിലാണെന്നൊക്കെ നമ്മളോട് പറയും, പക്ഷെ വെന്റിലേറ്ററിലായിരിക്കും ആള് കിടക്കുന്നത്, എന്നിട്ടുണ്ടല്ലോ അവസാനം വെന്റിലേറ്ററിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഓരോ ദിവസത്തെയും ഭീമമായ തുക ഒടുവിൽ നമ്മളിവിടെ കെട്ടിവെക്കേണ്ടി വരും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, മരിച്ചു പോകുന്ന പേഷ്യൻ്റ് വരെ ജീവിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് പൈസ തട്ടുന്നത്. ഒടുവിൽ ഹോസ്പിറ്റലിൽ നിന്നും ഇറക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഇനി ഡെഡ് ബോഡി ആയിട്ടാണെങ്കിൽ പോലും പണം അടയ്ക്കാതെ ഒരു രക്ഷയില്ല. ഗീതു, വിലാസിനെയും കൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോ, എന്തായാലും ഇനി വിലാസിനി അധിക കാലമൊന്നും ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല, അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടിട്ട് പൈസ പാഴിക്കളയാനൊന്നും ഞാൻ കൂട്ടി നിൽക്കില്ല എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ്. ഗീതു പറയണം, അച്ഛൻ എന്തിനാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? എന്താ അച്ഛൻ്റെ പൈസയാണോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്? എത്ര രൂപയായാലും അത് അദ്ദേഹത്തിൻ്റെ പൈസയാണ്, അതിന് അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഉടനെ ഭദ്രൻ പറഞ്ഞു, എൻ്റെ മരുമോൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ, വിലാസിനിക്ക് വേണ്ടിയിട്ട് ദൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛ, എൻ്റെ മറ്റൊരു മുഖം അച്ഛൻ അറിയാലോ നന്നായിട്ട്, മിണ്ടാതിരിക്കുന്നത് അച്ഛന് നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു നന്നായിട്ട് നമ്മുടെ ഭദ്രനെ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വരികയാണ്. ഗോവിന്ദ് വന്നുടനെ പറയുകയാണ്, ഗീതു എന്നും പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഗീതു ഗോവിന്ദനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ ഗീതു പറയണം, കണ്ണേട്ടൻ വന്നോ? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിച്ചത് കണ്ണേട്ടനെയാണ്. എന്താ ഗീതു? കണ്ണേട്ടാ, അമ്മയ്ക്ക് സുഖമായി, ഡോക്ടർ പറഞ്ഞു 12 മണിക്കൂർ കഴിയുമ്പോൾ അമ്മ പഴയതുപോലെ ആവും കണ്ണ് തുറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മയെ കയറി കണ്ടു, അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല, ട്യൂമർ എല്ലാം നിശേഷം നീക്കം ചെയ്തു എന്നും ഡോക്ടർ അറിയിച്ചു എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അതേ ഗീതു, ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്തിന് ഭദ്രൻ ആലോചിക്കുകയാണ്, ഈശ്വര, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഒരറ്റത്ത് അനാർക്കലി, മററ്റത്ത് രാധികമ്മ, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ എൻ്റെ ചീട്ട് കീറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക എന്നിങ്ങനെ ആലോചിക്കുകയാണ് ഭദ്രൻ. എന്നിട്ട് ഭദ്രൻ മനസ്സിൽ പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, മരുമോനോട് ഈ കാര്യം അങ്ങ് തുറന്നു പറയാം, അപ്പോൾ മരുമോകൻ എന്തായാലും ഇതിനൊരു പോം വഴി കണ്ടെത്തിക്കോളും എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് ഭദ്രൻ. അപ്പോഴത്തേക്ക് അതേ സമയത്ത് ഗോവിന്ദ് ഗീതുവിനോട് പറയുകയാണ്, ഗീതു, നീ ഒരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ആ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്ത് കാര്യമാണ് കണ്ണേട്ടാ നീ പറയുന്നത്? നീ പുറത്തേക്ക് വാ, ഞാൻ കാണിച്ചു തരാം. എന്താണെന്ന് പറ കണ്ണേട്ടാ, വെറുതെ സസ്പെൻസ് ഇടല്ലേ. ഒന്നാമത് ഞാനിപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമാണ് അമ്മയുടെ കാര്യമൊക്കെ ഓർത്തിട്ട്, അതിൻ്റെ ഇടയിൽ എന്തിനാ വീണ്ടും സസ്പെൻസ് ഇടുന്നത്? താൻ വാടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കാണ് ഭദ്രൻ പറയുന്നത്, മരുമോനെ ഒന്ന് അവിടെ നിൽക്കും മരുമോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഉടനെ ഗോവിന്ദ് ഇങ്ങനെ നിന്നിട്ട് വെക്കണം, എന്താ? അതെ മരുമോനെ, വേണ്ട, എന്ത് കാര്യം പറയാനുണ്ടെങ്കിലും തൽക്കാലം ഇപ്പോൾ കേൾക്കണ്ട, അതിനുള്ള സമയമില്ല, ഞാനും ഗീതവും കൂടി അർജൻറ്റായിട്ട് പുറത്തേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ ഉടനെ ഭദ്രൻ പറയുകയാണ്, അത് മരുമോനെ, നിങ്ങൾ പോയ വിലാസിനിയുടെ കാര്യം? അതെ, വിലാസിനി അമ്മയുടെ കാര്യത്തിനെ, ആൻറ്റിയുടെ കാര്യത്തിനെ പുറത്തുനിന്ന് ആരെയും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഇവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി, ഞാനും ഗീതും പിന്നെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ കൂട്ടി പുറത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഗീതു ഗോവിന്ദനോട് ചോദിക്കുകയാണ്, അല്ല എന്തോ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കണ്ണേട്ടൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അതെ, നീ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നീ എന്നോട് ഇടയ്ക്ക് വെച്ച് സൂചിപ്പിക്കുകയും ചെയ്തു, ആ കാര്യം എന്തായാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ ഗീതു വയ്ക്കണേ എന്ത് കാര്യം കണ്ണേട്ടാ ഒന്ന് പറയേ. ആ ദേ നോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. നോക്കുമ്പോൾ ഗീതു ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ഗീതുവിൻ്റെ നീല കാറ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഉടനെ ഗീതുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ഗീതു പറയണ്, ഓ കണ്ണേട്ടാ എൻ്റെ കാറ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ കണ്ണേട്ടാ, ഈ കാർ ഇനി എനിക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ ഞാൻ ചിന്തിച്ചതേ ഇല്ല. ഞാൻ വിചാരിച്ച ഇനി ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കാറ് നിങ്ങൾ കൊടുത്തിരിക്കുകയാണെന്നാണ്. ഇനി എനിക്കിത് കിട്ടുമെന്ന് ചിന്തിച്ചതേ ഇല്ല. എന്തായാലും കണ്ണേട്ടൻ എനിക്കിത് തിരികെ തന്നല്ലോ, താങ്ക്സ് കണ്ണേട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു ഓടി ചെല്ലുകയാണ്, നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കാറിനെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ് പറയണം, ആ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഗീതു, നമുക്കിതിനകത്ത് ഒന്ന് കറങ്ങാൻ പോയാലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗീതു ഇങ്ങനെ ഗോവിന്ദിനെ നോക്കിയിട്ട് പറയണം, ആ ഞാൻ പറയാൻ വന്നത് തന്നെയാണ് കണ്ണേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മയുടെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടും കേട്ടും വിഷമിച്ചും ഒക്കെ നിന്നിട്ട് എൻ്റെ മൈൻഡൊന്ന് മാറി നിൽക്കുകയായിരുന്നു. ശരിക്കും എനിക്ക് നല്ല വിഷമത്തിൽ നിന്നപ്പോഴാണ് കണ്ണേട്ടൻ വന്നിട്ട് ഈ സർപ്രൈസ് തന്നത്. എന്തായാലും ഈ ഒരു സന്തോഷത്തിന് നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ഈ കാറിലൊന്ന് കറങ്ങിയിട്ട് വരാം. എന്തായാലും ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഡ്രൈവിംഗ് സീറ്റിൽ കയറുകയാണ്. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് മനസ്സ് വിചാരിക്കുകയാണ്, ഇന്ന് എന്തായാലും ഈ ഒരു യാത്രയിൽ എൻ്റെ മനസ്സ് ഞാൻ ഗീതുവിനോട് തുറന്നു കൊടുക്കും. നോക്കിക്കോ, എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ഞാൻ ഗീതുവിനോട് ഷെയർ ചെയ്യും. ഇനി അതങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല. ഞാൻ തന്നെ മുൻകൈ എടുത്തിട്ട് എല്ലാ കാര്യവും പറഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കൂടി വണ്ടിയിലോട്ട് കയറുകയാണ്. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഗീതു ഭയങ്കര ജോളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, എന്താ ഗീതു നീ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ, എന്തെങ്കിലുമൊക്കെ നിനക്ക് എന്നോട് പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ ഇങ്ങ് പറഞ്ഞുതരാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണേ, ഏയ് എനിക്കെന്ത് പറയാനാ, ഒന്നുമില്ല കണ്ണേട്ടാ. അല്ല നിനക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്നോട് പറയാനുണ്ടാവും, നീ ഒന്ന് ഓർത്ത് നോക്കിയേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുവാണല്ലോ, ഓർത്തിട്ട് പറയണേ, അത് കണ്ണേട്ടാ ഞാനൊരു കാര്യം പറയാനായിട്ട് കുറേ നാളായിട്ട് വിചാരിക്കുകയായിരുന്നു, പക്ഷേ പിന്നീട് അത് വേണ്ടാന്ന് വിചാരിച്ചങ്ങ് നിൽക്കുകയായിരുന്നു. ആ പറ പറ വേഗം വേഗം പറ, ചിലപ്പോൾ നീ അത് പിന്നീടാകുമ്പോൾ മറന്നു പോകും. ആ കണ്ണേട്ടാ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ ഈ കാറിനുള്ളിലെ FM റേഡിയോ ഇടുമ്പോൾ കേട്ട് മുഷിഞ്ഞ കുറേ പാട്ടുകളൊക്കെയാണ്, എനിക്കത് കേൾക്കണ്ട. കണ്ണേട്ടൻ്റെ കാറിലാണെങ്കിൽ നല്ല നല്ല സൂപ്പർ പാട്ടുകളുണ്ടല്ലോ, അതുപോലെ കുറച്ച് പാട്ട് എനിക്കും കൂടി സെറ്റാക്കി തരണമെന്ന് പറയണമെങ്കിൽ ഇത് പറയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് ആകെ എന്താ പറയുന്നത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരന് എന്താ കാറ്റ് പോയ ബലൂൺ പോലെ ആവുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണ, ഓ അതായിരുന്നോ. അപ്പോൾ ഗീതു പറയണ, അത് മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട. അപ്പോൾ ഗോവിന്ദ് പറയണ, അങ്ങനല്ല, നീ എന്ത് വേണേലും നിനക്ക് എന്നോട് പറയാമല്ലോ, ഒന്ന് പറ ഗീതു, എന്താ നിനക്ക് മനസ്സിലുള്ളതെന്ന്. അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണ, അത് കണ്ണേട്ടാ ആ പാട്ടുകളുണ്ടല്ലോ കണ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ നല്ല നല്ല പാട്ടുകളെന്ന് പെൻ ഡ്രൈവിലാക്കി തന്നാൽ മതി കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അപ്പോൾ ഉടനെ ഗീതു പറയണേട്ടാ, പിന്നീടുണ്ടല്ലോ കണ്ണേട്ടാ എനിക്ക് സ്കൂട്ടറുണ്ട് കേട്ടോ, ഇന്ന് ഞാൻ സ്കൂട്ടറിലാണല്ലോ രാവിലെ വന്നത്, കണ്ണേട്ടൻ ഈ കാറ് ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ കാറിൽ ഞാൻ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഈ കാറ് കണ്ണേട്ടൻ കൊണ്ടുവയ്ക്കോ, ഞാനേ സ്കൂട്ടറിൽ വന്നോളാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കോണം വരികയാണ് ഗോവിന്ദിന്. അപ്പോൾ എന്നിട്ട് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണം. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, നീ എന്താ ആലോചിക്കുന്നത്, എന്താണെങ്കിലും എന്നോട് പറയേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, അത് പിന്നെ ഞാൻ എങ്ങനെയാണ് കണ്ണേട്ടനോട് പറയുന്നത്, എനിക്കത് പറയാൻ വേണോ പറയണോ. അപ്പോൾ ഗോവിന്ദ് പറയണേ, എൻ്റെ ഗീതു നീ ഒന്ന് തുറന്ന് പറ, നീ ഇങ്ങനെ മനുഷ്യനെ വട്ടാക്കല്ലേ. അതേ കണ്ണേട്ടാ, അത് പിന്നെ വേറൊന്നുമല്ല, ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നില്ല കണ്ണേട്ടാ, കാരണം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൂട്ടിരിക്കണം, അതുകൊണ്ടേ കണ്ണേട്ടൻ കാറും കൊണ്ട് അങ്ങ് പൊയ്ക്കോ എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ഗോവിന്ദിന് പ്രാന്ത് പിടിക്കണം. ഗോവിന്ദ് പറയണേ, ഓ നാക്കിയിട്ട് പറയണേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഞാനെന്താ നിൻ്റെ വേലക്കാരനാണോ, എനിക്ക് ഓഫീസിൽ പോകണ്ടേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ ഗീതു പറയണം, കണ്ണേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത്, ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്തിനാ കണ്ണേട്ടൻ എന്നോട് ദേഷ്യപ്പെടുന്നത്. പെട്ടെന്ന് ഗോവിന്ദ് കൂളാവുകയാണ്. എന്നിട്ട് പറയണേ, ശോ ഗീതു, അത് പിന്നെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതൊന്നുമല്ല, അത് പിന്നെ എനിക്കിത്തിരി ടെൻഷൻ കൂടുതലായിരുന്നു, അതുകൊണ്ടേ പ്രഷർ പെട്ടെന്ന് മണ്ടയിൽ കയറിയതാ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണ, ഇനി ഇതുപോലെ പ്രഷർ മണ്ടയിൽ കയറാൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലേ നേരത്തെ എന്നോടൊന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പേടിക്കും എന്നിങ്ങനെ പറയാണ്. ശോ ഇവളിത് എന്താ ഇത്, ഒന്നും എനിക്ക് പറയാനും പറ്റുന്നില്ലല്ലോ, ഇവളിട്ടൊന്നും പറയുന്നുമില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദ് വിചാരിക്കുകയാണ്, ഇനി ഞാനായിട്ട് തന്നെ ഇത് തുറന്ന് പറഞ്ഞാലേ പറ്റോളെന്നാണ് തോന്നുന്നത്, ഇവളായിട്ട് ഒന്നും എന്നോട് തുറന്ന് പറയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഗീതു ഉണ്ടല്ലോ
ഗീതു മനസ്സിൽ വിചാരിക്കുന്നു, കണ്ണേട്ടൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടത്? ഇനി ഒരു പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് കണക്ക് പുള്ളിക്കാരന് എന്നോട് പ്രണയമെങ്ങാനും ഉണ്ടോ? അത് തുറന്നു പറയാൻ പറ്റാത്ത അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ പുള്ളിക്കാരൻ ഇങ്ങനെ ദേഷ്യമായിട്ട് പുറത്ത് കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഗീതു ചിന്തിക്കുകയാണ്. ഗോവിന്ദും അതുപോലെ ചിന്തിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വണ്ടി ഓടിച്ച് രണ്ടുപേരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് വണ്ടിയിൽ യാത്ര ചെയ്തിങ്ങനെ പോവുകയാണ്. അതേ സമയത്തുണ്ടല്ലോ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കിഷോർ ആണെങ്കിൽ ഇങ്ങനെ മുഷിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിഷോറിൻ്റെ അമ്മ ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് കിഷോറിന് കൊടുക്കുകയാണ്. കിഷോറിന് ചായ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അമ്മ ചോദിക്കണം, എടാ കിഷോറെ, നീ എന്താ ജോലിക്കൊന്നും പോവാത്തെ? നീ ഇങ്ങനെ എത്ര നാൾ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ മടി പിടിച്ച് കയറിയിരിക്കും? AGMന്ന് പിരിച്ചു വിട്ടെന്നും പറഞ്ഞിട്ട് നിനക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചുകൂടെ? ഈ ലോകത്ത് ഒരേ ഒരു കമ്പനിയൊന്നും അല്ലല്ലോ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ കിഷോർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് അമ്മയോട് പറയാണ്, അമ്മേ, എനിക്കിനി മറ്റാരുടെയും കീഴിൽ ജോലി ചെയ്യാനൊന്നും വയ്യ. ഇനി ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി ഇടുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നത്, എന്താണ് നീ പറയുന്നത്? നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? സ്വന്തമായിട്ട് കമ്പനി ഇടണമെങ്കിൽ എത്ര രൂപയാണ് വേണ്ടത്? അതിന് നീ ഇതെങ്ങോട്ട് പോവും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കിഷോർ പറയുന്നത്, അമ്മേ, കാശുണ്ടാക്കാനാണോ പാട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. സംഭവം നമ്മുടെ അജാസ് കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് കാറിൻ്റെ ഒച്ച കേട്ടിട്ട് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കിഷോറിൻ്റെ അമ്മ താഴേക്ക് നോക്കുകയാണ്. മുകളിലാണ് ഇവർ, ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് അജാസും പിന്നെ അവർണികയും കൂടി കാറിലിരിക്കുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മ പറയണേ, നോക്ക്, ആ അജാസ് എന്ന് പറയുന്നവൻ്റെ കാറിൽ എപ്പോഴും നിൻ്റെ ഭാര്യയുടെ പിന്നെ സഞ്ചാരം. ദേ ഇവളിങ്ങനെ തുടങ്ങിയാലുണ്ടല്ലോ നാട്ടുകാർ വേറെ വല്ലതുമൊക്കെ പറയും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കിഷോർ പറയണം, അവളെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും കൂടി ബാൽക്കണിയിൽ വന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് അവർണിക വണ്ടിക്കകത്ത് വെച്ചിട്ട് അജാസിനോട് പറയാണ്, അജാസിക്ക, ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ രാവിലെ ഇപ്പോൾ പോകുമ്പോൾ ഞാൻ കാർ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ തലചുറ്റലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് അത്ര സുരക്ഷിതത്വം അല്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് എന്ന് പറയണം. അപ്പോൾ അജാസ് പറയണ, അതിനെന്തിനാ അവർണിക വിഷമിക്കുന്നത്? ഞാൻ എന്നും ഇതിലേ ആണല്ലോ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അവർണികയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലെത്തിക്കാം, തിരിച്ചു കൊണ്ടുവിടാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർണിക ചോദിക്കുകയാണ്, അത് അജാസിക്കയ്ക്ക് ബുദ്ധിമുട്ടാവോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അവർണിക പറയുന്നു, ഓ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർണിക കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് അമ്മയും കിഷോറും മോളിൽ നിന്നിട്ട് താഴേക്ക് ഇവരെ വാച്ച് ചെയ്യുന്നത് അവർണിക കാണുകയാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ അവർണികയ്ക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ്. പെട്ടെന്ന് നമ്മുടെ അവർണിക ഡോറും എല്ലാം അങ്ങ് ചാരിയിട്ട് തല ചുറ്റി നിൽക്കുന്നത് കണക്ക് ഇങ്ങനെ വീഴാൻ പോകുന്ന കണക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അജാസ് നോക്കുമ്പോഴത്തേക്ക് അവർണിക വയ്യാതെ നിൽക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ അജാസ് കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവർണികയോട് ചോദിക്കണേ, എന്താ പറ്റിയത്? എന്താ അവർണിക, നിനക്കെന്താ സുഖമില്ലേ? തല ചുറ്റലുണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അതേ സമയത്ത് നമ്മുടെ അവർണിക ഉണ്ടല്ലോ നമ്മുടെ അജാസിനെ ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണ്. ഒരു കൂടപ്പിറപ്പിനെ പോലെയാണ്, പക്ഷേ അത് കാണുന്നവർ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അജാസ് ഉണ്ടല്ലോ അവർണിക ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ്, വീണ് പോവാതിരിക്കാനാണ് നിലത്തേക്ക്. അപ്പോൾ അവർണിക പറയുകയാണ്, കുഴപ്പമില്ല, ഇപ്പം മാറും, അതിപ്പം മാറിക്കോളും, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മോളിൽ നിന്നിട്ട് നമ്മുടെ കിഷോറും അമ്മയും കൂടി ഇത് കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മ കിഷോറിനോട് പറയുകയാണ്, കണ്ടോടാ, നിന്റെ ഭാര്യ കാണിക്കുന്നത് കണ്ടോ? ഇവളെന്താടാ ഈ കാണിക്കുന്നത്? ഇത് നാട്ടുകാർ കണ്ടാ എന്ത് ചിന്തിക്കും? നിനക്ക് നാണം ഉണ്ടോടാ? നിന്നെ അല്ലേടാ മറ്റുള്ളവർ കുറ്റം പറയുള്ളൂ. എനിക്കിപ്പോൾ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. എന്താ അമ്മയ്ക്ക് സംശയം? എടാ കിഷോറേ, ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിൻ്റെതാണോന്നാ എൻ്റെ സംശയം. മിക്കവാറും ഇവൻ്റെതായിരിക്കും എന്ന് പറയണം. അപ്പോൾ കിഷോർ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ അമ്മ പറയണം, എടാ ഇതങ്ങനെ അനുവദിച്ച് കൊടുക്കരുത്. ദേ ഇന്ന് കൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, നീ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മ പോവുകയാണ്. അപ്പോൾ കിഷോർ പറയണം, ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിഷോർ താഴേക്ക് ഇറങ്ങി വരികയാണ്. അതേ സമയത്ത് കിഷോർ പോകുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ അവർണിക അജാസിനോട് പറയണേ, വേറെ കാര്യമൊന്നും ഇല്ലേക്കാ, എനിക്ക് തലചുറ്റലൊന്നും ഇല്ലതേ, മേല് രണ്ടെണ്ണം നിൽക്കുന്നത് കണ്ടു, അതുകൊണ്ട് അവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ ഓഫ് കാണിച്ചതാണെന്ന് പറയണേ. അപ്പോൾ അജാസ് പറയണേ, അങ്ങനെയായിരുന്നോ? എനിക്ക് അങ്ങനെ ആട്ടെ, ടാറ്റാ എന്നൊക്കെ പറഞ്ഞിട്ട് അജാസ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ അവർണിക അകത്തേക്ക് കയറി വരുന്ന സമയത്തിന്
സമയത്തിന് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ കിഷോർ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. കിഷോർ പറയണ്, എന്താടി ഇതൊക്കെ, നീ അവനെയും കൊണ്ടാണ് അടി ചുറ്റി നടക്കുന്നത്? നിനക്ക് നേരം വെളുത്ത് ഇവിടുന്ന് ഓഫീസിൽ പോകണമെന്നും പറഞ്ഞ് പോകുന്നത് അവനെയും കൊണ്ട് കറങ്ങി നടക്കാനാണോടി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർണിക പറയണ്, അതൊക്കെ നിന്റെ സ്വഭാവമാണ്. എടാ, ഞാനിവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ അജാസിൻ്റെ കൂടെ ഒരു ഹോട്ടൽ റൂമിലും പോയി മുറിയെടുത്ത് താമസിക്കാനല്ല. പിന്നെ നീ എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ട ഒരു ആവശ്യം വന്നു എന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ കൂടെ വരാൻ തയ്യാറായോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അജാസിനെയും കൂട്ടിപ്പോയത്. നിനക്ക് എന്നോടൊന്ന് നിർബന്ധിച്ച് വിളിക്കായിരുന്നില്ലേ? ഞാൻ നിന്നെ വിളിക്കണമെന്നാ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നീ എന്താ എൻ്റെ കൂടെ പറഞ്ഞത്? അതുകൊണ്ടേ ഇനി നിർബന്ധിക്കുന്ന പ്രശ്നമൊന്നുമില്ല. എനിക്ക് ശരി എന്താണെന്ന് തോന്നുന്നു ഞാൻ അത് തന്നെ ചെയ്യും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ പോയി ചെയ്ത് കാണിക്കുക. അപ്പോൾ തന്നെ കിഷോർ പറയുകയാണ്, ഒരു കാര്യമുണ്ട്, നിൻ്റെ ഡാഡി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഡാഡിയോട് എല്ലാം പറയുന്നുണ്ട്. നിൻ്റെ ഈ അജാസുമായിട്ടുള്ള കറക്കെ ഞാൻ നിർത്തിച്ച് തന്നേക്കാം. അപ്പോൾ അവർണിക പറയണേ, ചെന്ന് പറയടാ, നീ ഓടിച്ചെന്ന് പറ. എന്നാലേ നീ ഇവിടെ കാണിച്ച ചില സാഹസകതകളൊക്കെ ഉണ്ടല്ലോ, അതുകൂടി ഞാൻ ഡാഡിയോട് പറയും. പിന്നെ ഞാനത് പറഞ്ഞാലുണ്ടല്ലോ ഡാഡി അത് മുഴുവനായിട്ട് കേൾക്കാനൊന്നും നിൽക്കില്ല. അതിനു മുമ്പ് തന്നെ ഉണ്ടല്ലോ തോക്കെടുത്ത് നിൻ്റെ കഥ കഴിക്കും. എന്നിട്ടേ അന്തസ്സായിട്ട് എൻ്റെ ഡാഡി ജയിലിൽ പോയി കിടക്കും എന്ന് പറയുകയാണ്. പിന്നെ നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിലുണ്ടല്ലോ നീ ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഡാഡിയോട് പറയാതിരിക്കുക. അതുമാത്രമല്ല, നിൻ്റെ അമ്മയും വീട്ടുകാരെയൊക്കെ നീ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണയൊക്കെ നീ അങ്ങ് മാറ്റിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിൻ്റെ ആയുസ്സിനാണ് ദോഷം എന്നിങ്ങനെ അവർണിക പറയുകയാണ്. അപ്പോൾ കിഷോർ ചോദിക്കുകയാണ്, എന്താടി നീ കാണിക്കുകയും പറയുകയും ചെയ്യുന്നത്? ഒരു കാര്യമുണ്ട്, നിനക്ക് അവൻ്റെ കൂടെ കറങ്ങാൻ പോകണമെങ്കിൽ നീ പൊയ്ക്കോ, എനിക്കതിലൊന്നും ഒരു വിരോധമില്ല. നീ ഏതവൻ്റെ കൂടെ പോയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിൻ്റെ പേരിലുള്ള ബാങ്ക് ബാലൻസിൻ്റെ പകുതി എനിക്കാണ്. പിന്നെ ഈ കണ്ട പ്രോപ്പർട്ടിയുടെ മുഴുവനും പകുതി അവകാശം എനിക്കാണ്. അതെനിക്ക് വിട്ടു തന്നിട്ട് ഇനി നിൻ്റെ പ്രോപ്പർട്ടിയും കൂടി എനിക്ക് തരുന്നെങ്കിൽ അതും കൂടി വിട്ടു തന്നിട്ട് നീ അവൻ്റെയൊക്കെ കൂടെ പൊയ്ക്കോ, ഏതവൻ്റെ കൂടെ വേണേലും പൊയ്ക്കോ, എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഉടനെ അവർണിക ചോദിക്കുകയാണ്, എന്നാലേ എനിക്ക് നിനക്ക് എൻ്റെ പ്രോപ്പർട്ടി നിനക്ക് വിട്ടുതരേണ്ട ഒരു കാര്യമില്ല, നീ പൊയ്ക്കോടാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കിഷോർ പറയണ്, ഞാൻ പോവാനോ? നിനക്ക് ആരുടെയെങ്കിലും കൂടെ പോയി ഇഷ്ടത്തിന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം എനിക്ക് വിട്ടു തന്നിട്ട് പോ. അപ്പോൾ ഉടനെ അവർണിക ചോദിക്കണേ, എടാ നിനക്ക് നാണാവുന്നില്ലേ? ഞാൻ എന്തിനാ നിനക്ക് വിട്ടു തരുന്നത്? ഞാൻ നിനക്ക് വിട്ടുതരാൻ ഈ കാണുന്ന സ്വത്തുവകകളൊക്കെ എന്താ നിൻ്റെ അച്ഛൻ്റെതാണോ? നിൻ്റെ അച്ഛൻ സമ്പാദിച്ചതാണോടാ? ഇതൊക്കെ കഷ്ടപ്പെട്ട് എൻ്റെ ഡാഡി സമ്പാദിച്ചതാണ്. അതെ, അതിലൊരു രൂപ പോലും നിനക്ക് കിട്ടുമെന്ന് നീ കരുതണ്ട കിഷോറെ എന്നിങ്ങനെ പറയാണ്. പിന്നെ നിനക്കിവിടെ മര്യാദയ്ക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നെ അനുസരിച്ചേ മതിയാവൂ. അതുകൊണ്ട് നിൻ്റെ ആയുസ്സും നിൻ്റെ ആരോഗ്യവും നിനക്ക് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഡൗട്ട് എന്നെ പറ്റിയുണ്ടെങ്കിൽ അത് പറഞ്ഞ് നേരെയാക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക ഒരു പോക്കങ്ങ് പോവുകയാണ് മേലോട്ട് കയറി. അപ്പോൾ കിഷോർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പോയി ഇങ്ങനെ ഒരു ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിഷോറിൻ്റെ അമ്മ അടുത്തേക്ക് ചെല്ലുകയാണ്. കിഷോറിൻ്റെ അമ്മ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, മോനെ കിഷോറെ, നീ നല്ല പറഞ്ഞു കൊടുത്തോ? അവളുടെ ഒരു അഴിഞ്ഞാട്ടം, ആ അജാസിൻ്റെ കൂടെയുള്ള അവളുടെ തോന്നിയാസമൊക്കെ നിർത്തണമെന്ന് നീ പറഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കിഷോർ ചോദിക്കുകയാണ്, അതിന് എന്ത് തോന്നിയാസം അവൾ കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അമ്മ ചോദിക്കണേ, എന്താടാ അവൾ അതിന് എന്താ തെറ്റായിട്ട് കാണിച്ചത്? അമ്മ അതിന് എന്താ കണ്ടത് അവളെ പറ്റിയിട്ട്? അപ്പോൾ ഉടനെ അമ്മ അന്തം വിട്ടിരിക്കും. അമ്മ ചോദിക്കണേ, നിനക്കെന്താ കിഷോറെ പറ്റിയത്? നീ തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അമ്മ അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. എന്തായാലും ഇന്നത്തെ ഗീതാഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു എന്ന് മനസ്സിലായല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചോദ്യമുണ്ട്, സംഭവം വേറൊന്നുമല്ല. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കണ്ടതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് മറ്റൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ അവർണികയുടെ കാര്യമാണ്. അവർണിക ശരിക്കും കിഷോറിനെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കണ്ട സ്വത്തുകൾ മുഴുവനും നമ്മുടെ അവർണികയുടെ പേരിലുള്ളതാണ്. അതിൻ്റെ പകുതി അവകാശം കിഷോറിനുള്ളതാണ്. ഈ കിഷോറിനെ സഹിച്ചിട്ട് അവർണിക ഇങ്ങനെ കിഷോറിൻ്റെ കൂടെ ജീവിക്കണോ? അതേസമയം എല്ലാം രഘുറാം അങ്കിളിനോട് പറഞ്ഞിട്ട് മകളുടെ പേർക്ക് എഴുതി വച്ച ആ സ്വത്തുവകകൾ ഏതെങ്കിലും രീതിയിൽ പുള്ളിക്കാരനെ തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും രാത്രി പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.